ഇന്നൊരു മിനി വ്ളോഗാണ്. പെറ്ററ്റ് ഇൻഫോഷ്യൻ 2025 അറ്റ് ബാംഗ്ലൂർ DC. ഞാൻ കുറേ നാളായിട്ട് കാത്തിരുന്നൊരു ഫംഗ്ഷൻ അത്. ഇതൊരു ആനുവൽ ഇവൻ്റ് ആണ്. നമ്മൾ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും ഓൾ ഓവർ ഇന്ത്യ അവരവരുടെ DC-യിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് കൊണ്ടുവരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. ചെന്നപ്പം തന്നെ നമ്മൾ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് 2 കൗണ്ടർ ഉണ്ടായിരുന്നു. ഒന്ന് രജിസ്റ്റർ ചെയ്തവരെ, ഒന്ന് ഒരു സ്പോട്ട് രജിസ്ട്രേഷനും. അപ്പം നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവിടെ ഒന്ന് നമ്മുടെ എംപ്ലോയി ID ഒക്കെ പറഞ്ഞിട്ട് നീക്കൊരു വെൽക്കം കിറ്റ് കൊടുത്ത് നമ്മൾ ലക്കി ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇവിടെ ഒരു ഫോട്ടോ ബൂത്തിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അകത്തേക്ക് കയറുന്നത്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ നീ ലിഫ്റ്റിലൊക്കെ കയറുന്ന കാണുമ്പം ടെൻഷനുണ്ട് എനിക്ക്. പക്ഷെ അവൾക്കൊരു ടെൻഷനും ഇല്ല. നമ്മളൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി അല്ലേ ലിഫ്റ്റ് കാണുന്നത്. അവളൊക്കെ 2.5 ഇയറിൽ ലിഫ്റ്റിൽ തനിയെ കയറി പോകുന്ന സിറ്റുവേഷനാണ്. എന്തല്ലേ, സമയം ഒത്തിരി മുന്നോട്ട് പോയ പോലെ. Okay, fine. So I was very happy to see her without any fear. She climbs all the steps, all the stairs, all these escalators and lift too. So I'm very happy for that. Okay, നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടുന്നൊരു പ്ലേസ് ഉണ്ട്. അവിടെ ഭയങ്കര റഷായിരുന്നു. സോ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തില്ല. ഏട്ടൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. നമ്മൾ കയറി വരുന്നിടത്തൊക്കെ ഭയങ്കര സൂപ്പറായിട്ടാണ് അവരെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ലാൻഡ് എ കോസ്മിക് ക്വസ്റ്റ് എന്നാണ്. അതായത് ഒരു സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു തീമായിരുന്നു. ടു ബി ഓണസ്റ്റ്, ഞാൻ ഏറ്റവും കൂടുതലും ആഗ്രഹിച്ചൊരു ദിവസമാണ്. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ വിചാരിക്കും, വിഷ്ണുവിനെയും നീയനെയും എനിക്ക് ഓഫീസിൽ കൊണ്ടുപോകണം. ഐ വോണ്ട് ടു ഷോ ദം ദിസ് ഇസ് വെയർ ഐ എം വർക്കിംഗ്. നീയോട് പറയണം അമ്മ ഇവിടെ നിന്നാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ പറയണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഹാപ്പൻഡ്. ഐ ഡോണ്ട് നോ അവൾക്കത് മനസ്സിലായിട്ടുണ്ടോയെന്ന് പോലും അറിയില്ല. ബിക്കോസ് ഷീ ഈസ് സോ യങ്, അല്ലെ ടു യങ് ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് തിങ്സ്. പക്ഷേ ഫോർ മീ ഇറ്റ് വാസ് ലൈക്ക് എ ഡേ ഐ മാനിഫെസ്റ്റഡ് ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ വേറെ എല്ലാ പ്രോഗ്രാമും മാറ്റി വെച്ചിട്ട്, ലൈക്ക് കുറേ പ്രോഗ്രാംസ് ഉണ്ട്, അതൊക്കെ പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചു. അതിന് ശേഷമാണ് ഞങ്ങൾ വെൽക്കം ഡ്രിങ്കിൻ്റെ കൗണ്ടറിൽ പോയിട്ട് വെൽക്കം ഡ്രിങ്കും അതുപോലെ തന്നെ നീക്ക് അവിടെ നിന്നൊരു ക്രിസ്പി ക്രീമിയുടെ ഡോണറ്റും ഉണ്ടായിരുന്നു, അത് കളക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ വരുമ്പോഴത്തേക്കും ഫുൾ ഈ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എല്ലാം ഡിസ്പ്ലേഡ്, അല്ലെങ്കിൽ അവിടെ എല്ലാം ആക്ടിവിറ്റീസ്, എവറിത്തിങ് വാസ് റിലേറ്റഡ് ടു സ്പേസ്. സോ അതുകൊണ്ട് ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ചുകൂടി ആയപ്പോഴത്തേക്കും ഒന്ന് ഓക്കെ ആയി, പിന്നെ ഹാപ്പി ആയി, പിന്നെ എല്ലാം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ സെറ്റായി. ഈ ഒരു ബബിൾ ടോയ് വന്നിട്ട് നീക്ക് കിട്ടിയ വെൽക്കം കിറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അതിനകത്ത് വന്നിട്ട് ഒരു പാസ്പോർട്ട് പോലത്തെ ഒരു ക്യൂട്ട് ബുക്ക് ഉണ്ടായിരുന്നു. അതിനകത്താണ് അവളുടെ ഈ കൂപ്പൺസ് ഒക്കെ വെച്ചിരുന്നത്. പിന്നെ ഈ ബബിൾ ടോയ്, പിന്നെ വന്നിട്ടൊരു ഗെയിം ബോക്സ് ഉണ്ടായിരുന്നു. ആ ഗെയിം ബോക്സിൽ ചോക്ലേറ്റ്സ് ആയിരുന്നു മെയിൻലി. പക്ഷേ ഷീ വാസ് സോ സ്മോൾ ടു പ്ലേ ദാറ്റ്. അവൾ ആ ചോക്ലേറ്റ്സ് കഴിച്ചു. പിന്നെ നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഒരുപാട് നമ്മളെ ഫുഡ് കോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് രാമേശ്വരം കഫേയുടെ ആണ്. ശരിക്കും ഒരു 90 acres ഉള്ളതാണ് ബാംഗ്ലൂർ DC എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരുപാട് നടന്ന് കാണാനുണ്ട്. ഡെയിലി ഓഫീസിൽ പോകണം എനിക്ക് തന്നെ കാണാൻ പറ്റിയിട്ടില്ല. ഇത് വന്നിട്ട് അടൽ ബിഹാരി വാജ്പേയി സാറ് വന്നപ്പോഴത്തേക്കും പ്ലാൻ ചെയ്തൊരു ട്രീ ആണ്. പിന്നെ നമ്മൾ നീയുടെ ഓരോ കലാപരിപാടികൾ, ബിക്കോസ് നമുക്ക് ഓഫീസിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾ, അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് റെക്കഗ്നൈസേഷൻ അവാർഡ്സ് ഉണ്ടായിരുന്നു. ആസ് ഷീ വാസ് ടു സ്മോൾ ആൻഡ് ഷീ ഹാസൻ ജോയിൻഡ് എനി സ്കൂൾ, ഷീ ഡിഡ്ന്റ് ഗെറ്റ് എനി. മേ ബി നെക്സ്റ്റ് ഇയേഴ്സിലോ കഴിഞ്ഞുള്ള ഇയേഴ്സിലൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ വന്നിട്ട് ബോഡി പെയിൻറ്റിങ് ചെയ്തു. ഈ വീഡിയോ എല്ലാവരും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു അടിപൊളി ബുക്കിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ബുക്ക് എന്ന് പറയുമ്പം നിയ ഈസ് ജസ്റ്റ് ലൈക്ക് അച്ചായി. ബുക്ക് കിട്ടുക, എടുക്കുക, ഓടുക. ആൻഡ് ഡിനോസറിൻ്റെ ബുക്കാണെങ്കിൽ ഷീ ഈസ് വെരി ഹാപ്പി. സോ ബുക്ക് വാങ്ങിച്ചു. ഇതാണ് ഇൻഫോസിസിൻ്റെ ഫസ്റ്റ് ബിൽഡിംഗ്. ആ ബിൽഡിംഗ് ഇപ്പോഴും ഉണ്ട്, ബിൽഡിംഗ് 9. പിന്നെ വന്നിട്ട് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷേ ഇവൾ ജസ്റ്റ് 2.5 year ആയതുകൊണ്ട് ഇവൾക്ക് പറ്റിയ ആക്ടിവിറ്റീസ് വളരെ കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങിയതിന് ശേഷം അവൾക്കൊരു കൂപ്പൺ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അതിലൊരു കൂപ്പൺ ഫ്രീ ഐസ്ക്രീം ആയിരുന്നു. പോയി കളക്ട് ചെയ്തു. പിന്നെ ഫുൾ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഞങ്ങളും കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തു. അപ്പം തന്നെ ഡ്രസ്സിലൊക്കെ ആക്കി വീണ്ടും വേറെ ഡ്രസ്സൊക്കെ നീ ചെയ്യിച്ചിട്ട് ഞങ്ങൾ പിന്നെ ബാങ്ക്വറ്റ് ഹാളിൽ വന്നു. അവിടെ കുറച്ചുകൂടി നീക്കുള്ള ആക്ടിവിറ്റീസ് ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഈ ഒരു പ്ലേ ഏരിയ കുറച്ചുകൂടി കുഞ്ഞത്, ഒരു 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരുന്നു. ആൻഡ് ഷീ പ്ലേഡ് ദെയർ ആൻഡ് വളരെ സന്തോഷം. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഓൾ അബൌട്ട് ദിസ് മിനി വ്ളോഗ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. So thank you so much for watching this video. See you again. Bye bye. Lots of love.